ആവശ്യമില്ലാത്ത ഗോസിപ്പ്, ആവശ്യമില്ലാത്ത AI സൃഷ്ടി, റൂമേഴ്സ് ഇവിടെ ഇങ്ങനെ ടെലികാസ്റ്റും ചെയ്യുന്നുണ്ട് കുറേ ആൾക്കാർ. പ്രത്യേകിച്ച് മലയാളം മീഡിയ വളരെ അഗ്രസീവാണെന്നിപ്പോൾ ഇന്ന് കാലത്ത് ഞങ്ങൾ ഒരു മീറ്റിങ്ങിൽ വെച്ചൊരു ഉയർന്ന ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ പറയുന്നു, വൈ ഓൺലി മലയാളം മീഡിയ ഈസ് അഗ്രസീവ്. ഞാൻ പറഞ്ഞു, യുവർ എക്സലൻസി, ഫ്രം ഈച്ച് ഹൗസ് ദർ വിൽ ബി 1 or 2 people working in Gulf. That's why they want to know what happening. അപ്പോൾ സത്യസന്ധമായ ഒരു റിപ്പോർട്ട് ചെയ്യുക. ഇവിടുത്തെ ഗവൺമെൻറ്, ഈ GCCയിലെ ഗവൺമെൻറ് വളരെ ശക്തമായി അത് നിരീക്ഷിക്കുന്നുണ്ട്. പിന്നെ ഇത് കുറച്ച് നാൾ നീണ്ടുപോയാൽ ഭക്ഷണം സാധനം എന്തായിരിക്കും, അതിനെപ്പറ്റിയൊന്നും ആരും വറി ചെയ്യണ്ട. അതിനൊക്കെ ഇവിടുത്തെ ഭരണാധികാരികൾ അതിൻ്റേതായ എല്ലാ പ്രിക്കോഷനും എടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ കമ്പനി ലൂലു അഷ്വർ ചെയ്യുന്നു, അങ്ങനെ ഒരു ഷോർട്ടേജ് ഒന്നിനും ഉണ്ടാവില്ല. ഈ പരിശുദ്ധ റമദാനാണ്, മീറ്റിനൊരു ഷോർട്ടേജ് ഇല്ല, വെജിറ്റബിൾസിന് ഷോർട്ടേജ് ഇല്ല, മറ്റൊരു ഫുഡ് സ്റ്റെപ്പുകൾക്കും ഒരു ഷോർട്ടേജ് ഈ GCCയിലില്ല. എല്ലാ ബിസിനസ്സുകാരുടെയും ഇതേ രീതിയാണ് അവർ നമ്മളൊക്കെ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ പറയാൻ കാരണം, ഒരുപാട് ആവശ്യമില്ലാത്ത ന്യൂസുകൾ വാട്സപ്പിലും അതുപോലെ സോഷ്യൽ മീഡിയയിലും അതുപോലെയുള്ള മീഡിയകളിലൊക്കെ വരുന്നുണ്ട്. ഇവിടുത്തെ ഗവൺമെൻറ് എന്തെങ്കിലും എവിടെയെങ്കിലും വെച്ച് അത് പിടിക്കപ്പെട്ടാൽ റിപ്പോർട്ട് ചെയ്തവനെ തൊട്ട് ആ മീഡിയ തന്നെ അവർ ബാൻ ചെയ്യും. ബിക്കോസ് ദേ ആർ വെരി സ്ട്രോങ്. അതാണിപ്പോൾ അവരതിന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ഞാൻ സംസാരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. നമ്മൾ സന്തോഷകരമായി ഇനിയും ഈ രാജ്യത്ത് നിന്ന് നമ്മുടെ അന്നം കച്ചവടം ചെയ്താലും ജോലി ചെയ്താലും ആയതുകൊണ്ട് ദയവ് ചെയ്ത് ഗവൺമെൻറ് മീഡിയകളിൽ നിന്ന് കിട്ടുന്ന ന്യൂസുകൾ മാത്രം നിങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ പാടുള്ളൂ. അതിന് ശേഷം വരുന്ന കോൺസിക്വൻസസ് നിങ്ങൾ ഉത്തരവാദി നിങ്ങൾ മാത്രമായിരിക്കും. നമ്മളൊരു ബുദ്ധിമുട്ടിൻ്റെ നിഴലിലാണ്. ദൈവം നമ്മളെ രക്ഷിക്കട്ടെ. അതിനെ പ്രതിരോധിക്കാനുള്ള ശക്തിയുള്ള ഭരണാധികാരികൾ, ദീർഘദൃഷ്ടിയുള്ള ഭരണാധികാരികൾ, കാരുണ്യവാന്മാരായ ഭരണാധികാരികൾ, ഈ രാജ്യത്തുള്ളവരെയും പുറത്തുനിന്ന് വന്നവരെയും ഒരുമിച്ച് കൂട്ടിപ്പിടിച്ച് കൊണ്ടുപോകുന്ന ഭരണാധികാരികളാണ്. നിങ്ങൾ വിഷമിക്കാതിരിക്കുക. ദൈവം അള്ളാഹു നമുക്കെല്ലാവർക്കും നല്ലത് വരുത്തട്ടെ. ഇനിയും ഈ രാജ്യത്ത് നിന്ന് നമുക്ക് അന്നം നാട്ടിലേക്ക് കിട്ടുന്ന കാശ് അയച്ച് നിങ്ങൾക്കും കുടുംബത്തിനും ജീവിക്കാനുള്ള സൗകര്യം ദൈവം ഉണ്ടാക്കി തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും റമദാൻ ആശംസകൾ.